ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? അതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നേന്ത്രപ്പഴം ഉപയോഗിച്ച്. അതിനായി നമ്മളിതാ നന്നായി പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്കായി നമ്മൾ 1 കപ്പ് ആട്ടപ്പൊടി എടുക്കുക. അതുപോലെ തന്നെ 3-4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കാം. ഇനി നമുക്കിത് ആട്ടപ്പൊടി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. കുറേശ്ശെയായി നമ്മൾ ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. അടുത്തതായി നമ്മൾ ഇതിലേക്ക് കൊക്കോ പൗഡർ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഈ അരിച്ചെടുത്ത മിക്സ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ അരിച്ചെടുക്കണം. ഇത് നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കൊടുക്കും. ഈ മാവ് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി നമ്മൾ എടുത്ത 2 പഴം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 3 കോഴിമുട്ട എടുത്ത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ പരുവത്തിലാണ് നമുക്ക് അടിച്ച് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ 2 പഴവും അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് ഒരു 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പഴവും മുട്ട അതുപോലെ തന്നെ വാനില എസൻസ് എല്ലാം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്തതായി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആട്ടപ്പൊടിയും അതുപോലെ തന്നെ കൊക്കോ പൗഡറും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഒരു വിസ്ക് ഉപയോഗിച്ച് പതുക്കെ കുറേശ്ശെ മാവായിട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ അയവിനനുസരിച്ച് മാവിൻ്റെ അയവിനനുസരിച്ച് ചെറു ചൂടുവെള്ളമോ അതുപോലെ പാലോ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മാവ് കുറച്ച് അയവ് കുറവാണ്. അതുകൊണ്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പാലിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പാൽ ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ ഇളം ചൂടുവെള്ളം ഉപയോഗിക്കാം. ഇനി അടുത്തതായി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ മുട്ട അടിച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമ്മളിതിലേക്ക് കുറച്ച് റൈസിൻസ് കൂടി ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ മാവ് ബേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പേപ്പറിൽ നന്നായിട്ടുള്ള എണ്ണ തുടച്ചു കൊടുത്തതിന് ശേഷം പാത്രത്തിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്ത് കൊടുത്താലും മതി. നമ്മളെടുത്ത മാവ് മുഴുവനായിട്ട് ഏകദേശം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു 5-6 ടേബിൾ സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. മൂടി വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ കേക്കിൻ്റെ ടിന്ന് നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ തുറന്നപ്പോൾ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തണുത്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് സൈഡൊന്ന് നമ്മൾ ചെറുതായിട്ട് വെടുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് കേക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പിന്നിൽ വെച്ചിട്ടുള്ള ഈ ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് തന്നെ വലിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേക്കിനെ ഒന്ന് മുറിച്ച് നോക്കിയാലോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. മുറിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ
ഇപ്പോൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ. ഇതുപോലെയുള്ള വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.